angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കി ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു 1 month ആയിട്ട് we were having very good time, ഫാമിലി ടൈം, സിസ്റ്റർ ടൈം ഒക്കെ ആയിട്ട് നമ്മൾ പിള്ളേരുടെ എൻജോയ്മെന്റും എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ പെട്ടെന്നൊരു വേക്കൻറ്റ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്ന എന്തായാലും ആ ദിവസം ആകുമ്പോൾ പോകുന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ഒരു മൂഡ് ഓഫ് ഒന്നിനൊരു എനർജി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. മൂഡ് ഓഫ് എന്ന് വെച്ചാൽ ഇത് കരയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ കരയണ ടൈപ്പ് അല്ല ഞാൻ. ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഒരു സുഖമില്ല നമുക്കൊരു ഒരു തുളിച്ചാടി ഒരു കാര്യങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്യാനൊന്നും ഒരു സുഖമില്ലാത്ത ടൈപ്പ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞതിന്റെ ആ വീക്കെൻഡ് നമ്മൾ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു കിരണിന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് എത്തി, അവിടെ പകുതി വരെ ഞാൻ വ്ളോഗ് ചെയ്തതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നിയില്ല, പിന്നെ ഞാൻ വ്ളോഗ് ചെയ്തില്ല. ഐ ഡിലീറ്റഡ് ദാറ്റ് വ്ളോഗ്. അപ്പൊ അതാണ് സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നമ്മൾ കുറെ എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക് ടു നമ്മുടെ വർക്ക് ആവുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തത്. ബട്ട് നമ്മൾ റെഗുലർ ആയിരുന്നു ഷോർട്ട് വീഡിയോസ് വെച്ചിട്ട്. ആൻഡ് ഒരു ലോങ് വീഡിയോ എടുക്കുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര എഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്റെ എഡിറ്റർ നാട്ടിൽ പോയേക്കാണ്, എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അതും ഒരു റീസൺ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആൾക്കാർ ഞാൻ ഹെയർ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴത്തേക്കും മേ ബി റെഗുലർ വ്യൂവേഴ്സ് അല്ലാത്തവരായിരിക്കും, അൺസബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരായിരിക്കും വന്നിട്ട് കുറെ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്. അയ്യോ എന്ത് നല്ല മുടിയാണ്, ആ പ്രൊഡക്റ്റും ഈ പ്രൊഡക്റ്റും ഒക്കെ തേച്ച് മുടി നശിപ്പിച്ചു, എനിക്ക് അപ്പളേ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ റെഗുലർ ഫോളോവേഴ്സ് ആയിരുന്നെങ്കിൽ അവർക്ക് അറിയുണ്ടാവും. പക്ഷെ ഇത് റെഗുലർ അല്ലാത്ത വല്ലപ്പോഴും വന്നിട്ട് സജസ്റ്റഡ് കോമന്റ് കാണുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു കമന്റ് കുറെ ആയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ മതിയായി. മേ ബി നമ്മുടെ റെഗുലർ ഫോളോവേഴ്സ് പോയിട്ട് കമന്റ് ചെയ്യാറുണ്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത്. സോ ഐ തോട്ട് ലൈക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലിങ്ക് എടുത്തങ്ങ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. എനിക്കിങ്ങനെ എല്ലാ പ്രാവശ്യവും വന്നിട്ട് അത് വന്നിട്ട് ടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ എൻ്റെ മുടിക്ക് എന്താണ് പറ്റിയെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പോസ്റ്റ് പ്രഗ്നൻസി ആയിട്ടുള്ള ഹെയർ വന്നിട്ട് ഭയങ്കര ലഷസ് ആൻഡ് ലോങ് ആൻഡ് ഹെൽത്തി ഹെയർ ആയിരുന്നു. അതിന്റെ സീക്രട്ട് കുറെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും അറിയത്തില്ല. മുടി പോസ്റ്റ് ഡെലിവറി ഭയങ്കരമായിട്ട് മുടി വളർന്നു എന്നുള്ളതാണ് സത്യം. ആൻഡ് എൻ്റെ ലൈഫിൽ എനിക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണ് ഉണ്ടായിരുന്നത്. അലോപേഷ്യ വന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതിനെ ഞാൻ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ, ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ മുടി വന്നിട്ട് പണ്ട് മുതലേ നല്ല ബൗൺസി, തിക്ക് ആൻഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അലോപേഷ്യ വന്നത് നമ്മൾ റിക്കവർ ആയി വന്ന ഹെയറും അത്യാവശ്യം നല്ല മുടിയായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് പ്രഗ്നൻസി എനിക്ക് ടക്ക് എന്നാണ് എനിക്ക് മുടി വളർന്നത്. അതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പല വീഡിയോസിനൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന ഹെയർ കെയർ റുട്ടീനും പ്രൊഡക്ട്സും കഴിക്കുന്നതും കുടിക്കുന്നതും തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സഡൻ ഹെയർ ഗ്രോത്തിന്റെ റീസൺ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ സ്റ്റിൽ ഐ റിമെമ്പർ ചില ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാർക്ക് പോസ്റ്റ് പ്രഗ്നൻസി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, അതൊരു പോയിന്റ് കഴിയുമ്പോൾ ചിലപ്പോൾ പോകും എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഹെയർ പോയതിനുള്ള ഒരു കുറെ റീസൺസ് ഉണ്ട്. അത് ഞാൻ കംപ്ലീറ്റ്ലി പോസ്റ്റ് പ്രഗ്നൻസിന് ഭയങ്കര മുടി ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അറൗണ്ട് ഈ ഒരു ജാനുവരി ഫെബ്രുവരി സമയത്തിന്റെ അകത്ത് സിവിയർ ആയിട്ടുള്ള ഫുഡ് പോയിസണിങ് വന്നിട്ടുണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പണ്ട് മുതലേ അറ്റ്ലീസ്റ്റ് ഒരു 1 year ആയിട്ടെങ്കിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ അറിയാം. ഞാൻ ICU ഐസൊലേറ്റഡ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് സിവിയർ ഫുഡ് പോയിസണിങ് പ്ലസ് ഡീഹൈഡ്രേഷൻ ആൻഡ് കോളറ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഫ്രം മഷ്റൂം എന്നാണ് വന്നത്, നോൺ വെജ് എന്നല്ല. അപ്പോൾ ഹെവി ഫുഡ് പോയിസണിങ്ങും കോളറയും കൂടി വന്ന് അതിന്റെ കൂടെ ഞാൻ സിവിയർലി ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രീംലി ഡീഹൈഡ്രേറ്റഡ് ആണ് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ എത്തിയത്. അപ്പോൾ അതിന്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടി ഹെയർ ഫോള് വരും. ബിക്കോസ് നമുക്ക് എക്സ്ട്രീം ഡീഹൈഡ്രേഷൻ വരികയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് പോയിസണിങ് ഒക്കെ വരുമ്പോഴത്തേക്കും ബോഡിയിലേക്ക് മീൻസ് വെള്ളം കണ്ടന്റ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് വലിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു എഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിൽ, അതായത് ഞാൻ റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം
കുറേ മുടി ഇങ്ങനെ പടപടപടേന്ന് പോയി. ഞാൻ അപ്പൊ തന്നെ ഡോക്ടറിനെ പോയി കണ്ടായിരുന്നു. പുള്ളിക്കാരത്ത് എനിക്ക് മൾട്ടി വിറ്റമിൻസും ടാബ്ലറ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഭയങ്കരമായിട്ടൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഒരു പകുതി മുടി അപ്പൊ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മേ ബി ഒരു 45% മുടി അപ്പൊ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്ട്രെസ് ആവുമായിരുന്നു. നമുക്ക് സ്ട്രെസ് അടിക്കണ്ട എന്ന് പറഞ്ഞാലും മുടിയൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്കറിയാൻ പാടില്ല, നമ്മൾ ഫ്രീക്ക് ഔട്ട് ആവും. ബട്ട് ആ സമയം മുതൽ ഞാൻ എന്റെ ബാക്കി ഹെയർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സമയത്തൊക്കെ ആയിട്ട് ഞാൻ പോയി ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ കളറാണ് ആകെ ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അതും ഞാൻ സ്കാൽപ്പിലേക്ക് ചെയ്യാറില്ല, ഞാൻ ഇവിടെ നിന്ന് താഴത്തേക്കാണ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്കാൽപ്പിൽ ടച്ച് ഒന്നും എഫക്റ്റ് ആവണ്ടെന്ന്. ഹെയർ കളർ സ്കാൽപ്പിൽ ടച്ച് ചെയ്യുന്ന പറഞ്ഞിട്ടൊന്നും വരുമൊന്നുമില്ല. ബിക്കോസ് എത്രയോ ആൾക്കാർ ചെയ്യുന്നു. ആൻഡ് എൻ്റെ അടുത്ത് ഒത്തിരി പാർലേഴ്സിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരിക്കലും എഫക്റ്റ് ആവില്ല, ബിക്കോസ് നമ്മൾ അത്രയും നല്ല പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെയർ എന്റെ കളറിൽ മുടിയിൽ പിടിക്കാത്തത് കൊണ്ട് ഞാൻ ചെയ്ത പാർലറിൽ അവര് 2 തവണ ഹെയർ കളർ ചെയ്തു. ഒരു തവണ വാഷ് ചെയ്തു, 2ാമത്തെ പ്രാവശ്യം കൂടി അവര് ഹെയർ പ്രൊഡക്റ്റ് മീൻസ് നന്നായിട്ട് ഹെയർ കളർ വരാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറയട്ടെ, ഈ 2 പ്രാവശ്യം ഹെയർ കളർ ചെയ്യണമെന്ന് മുടിക്ക് ഇത്രയും ബാധിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ബിക്കോസ് എന്റെ ഓൾ ത്രൂ മൈ ലൈഫ് ഞാൻ ഏതൊക്കെ പാർലേഴ്സിൽ പോയി ചെയ്തിട്ടുണ്ടോ എല്ലാവരും ഒരു തവണയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കളർ പിടിച്ചില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യുമായിരിക്കും. ഇപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഒരു കോട്ട് ഇട്ടിട്ട് ശരിയായില്ലെങ്കിൽ 2ാമത്തെ കോട്ട് ഇടുമല്ലോ എന്നുള്ള ഒറ്റ രാഗമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇത്രയധികം മുടിക്ക് ഡാമേജ് ആവുമെന്ന് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നല്ലോ. മനസ്സിലായോ? എന്റെ വിവരദോഷമാണ് അല്ലെങ്കിൽ എന്റെ വിവരക്കേടാണ്, ഐ അഡ്മിറ്റ്. എനിക്ക് അറിയത്തില്ലായിരുന്നു. ആഫ്റ്റർ ഓൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, പ്രോസസ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു. കളർ ഡെപ്പോസിറ്റ് ആവാത്തത് കൊണ്ട് അവർ 2ാമത് ഹെയർ കളർ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തു. ഞാൻ ഓർത്ത് അതെന്റെ അങ്ങനെ ആയിരിക്കും എന്റെ പ്രോസസ് എന്ന് വിചാരിച്ചിരുന്നു. ഐ അഡ്മിറ്റ്, എന്റെ ബോധക്കേടാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ മുടി അങ്ങ് അറ്റം ഫ്രിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി ചകിരിയായി ഇപ്പൊ എന്റെ മുടി. എനിക്ക് ഒട്ടും മാനേജബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കൂടി മാറിയപ്പോഴത്തേക്കും എനിക്ക് ആ ചേച്ചി തന്നെ, പാർലറിലെ ചേച്ചി തന്നെ പറഞ്ഞു പെർമനന്റ് സ്പാ ചെയ്തു തരാം. പെർമനന്റ് സ്പാ ചെയ്തു കഴിഞ്ഞാൽ ഈ മുടി നല്ല എന്താ പറയാ ഒരു മാനേജബിൾ ആവും എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിരുന്നു. ബിക്കോസ് ഞാൻ എന്റെ മുടിയിൽ ഇത്രയും കാലം ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. ഹെയർ കളർ ഒഴിച്ച് ബാക്കി ഒന്നും ഞാൻ വേറെ ഒരു ട്രീറ്റ്മെന്റ്സും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചേച്ചി ഒട്ടിപ്പോവുക, മുടിക്ക് ഡാമേജ് വരിക, ചേച്ചി ഒന്നും പറ്റത്തില്ല, ഒന്നും പ്രശ്നമേ ഇല്ലാത്തത്, അത് എല്ലാവരും ചെയ്യുന്നതാണ്. ഫ്രിസി ഹെയർ ഡാമേജ് ആവാൻ വേണ്ടി യൂഷ്വലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെർമനന്റ് സ്പാ. അത് സ്മൂത്തനിങ്ങും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും അല്ല, അങ്ങനെ അധികം ഹീറ്റ് ഒന്നും കൊടുക്കണ്ട, പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എന്തോ ബ്ലോ ഡ്രൈ ചെയ്യണ പോലത്തെ ഒരു സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്തന്നാ ശരിയാച്ചാ എന്റെ മുടി അത്രയും ഫ്രിസി ആയതുകൊണ്ട് ഞാൻ അത് ശരിയെന്നാ ഒന്ന് സെറ്റ് ആയിട്ട് കിടക്കുള്ളൂ. ബിക്കോസ് അപ്പൊ ലോങ് ഹെയർ ഉണ്ടായിരുന്നതാ. എനിക്ക് മുടി ഇങ്ങനെ ചീവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെ ചകിരിച്ചോറ് പോലത്തെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ നാട്ടിൽ പോയപ്പോഴത്തേക്കും ഐ വെന്റ് ആൻഡ് ഡിഡ് ദിസ് പെർമനന്റ് സ്പാ. അപ്പോഴും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 50-50 ആയിരുന്നു. ബിക്കോസ് എനിക്ക് നാച്ചുറൽ ഹെയർ ആയിരുന്നു ഇഷ്ടം. അപ്പോഴും ഒരു ചെറിയ സ്മൂത്തിന്റെ എഫക്റ്റിലേക്ക് മുടി മാറിയായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ മുടി ഒട്ടിപ്പോകും. അതായത് നമുക്കിപ്പോ ഇത്രയും മുടി ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി പശു നക്കിയ പോലത്തെ സിറ്റുവേഷനിലേക്ക് മാറി. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അത് പണ്ടായത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ ടു ബി ഓണസ്റ്റ് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം എന്റെ മുടി പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. മുടി പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല, ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് പോയിട്ട് ഞാൻ പറയുകയും ചെയ്തു വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് പെർമനന്റ് സ്പാ ചെയ്തിട്ട് തന്നെയാണ് എന്റെ ഹെയർ പോയത്. അത്രയും ഹെയർ ഫോൾ ഒന്നും എനിക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. ആ പോയ ബാക്കി ഹെയർ, അതായത് പോവാത്ത ബാക്കി ഹെയർ ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അതുകൂടി ചെയ്തതോടെ എന്റെ മുടി ഫുള്ളും പോയി. ആൻഡ് ഓൾസോ ആ ഒരു പെർമനന്റ് സ്പാ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മുടി ഭയങ്കര തിന്നായ മാതിരി ആയിപ്പോയി. അപ്പോ എന്നാ അവര് ഈ സ്കാൽപ്പിന് അങ്ങോട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഇഞ്ചസ് വിട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇഫക്റ്റഡ് വെരി ബാഡ്ലി എന്റെ മുടിക്ക്. ഞാനൊരു എന്താ പറയാ ഞാനിപ്പോ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ എന്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്ന ഹെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ബെസ്റ്റ് ബ്രാൻഡ്സ് ആണ്. I can easily say that no Chap and Chower brand was promoted on my channel. ഞാൻ ചെയ്തിട്ടുണ്ട് ഹെയറിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ലോറിയൽ, ബി ബ്ലണ്ട് ആൻഡ് വൺസ് ഇൻ എ വൈൽ ഐ ഹാവ് ഡൺ സീക്രട്ട്. അതല്ലാണ്ട് ഭയങ്കര റെയർ ആയിട്ടാണ് ഞാൻ വേറെ ബ്രാൻഡ്സ് ചെയ്തിട്ടുള്ളത്. വേറെ ബ്രാൻഡ്സ് ഒന്നും ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ വാഷ്റൂമിനകത്ത് ഉള്ള പ്രൊഡക്ട്സ് ബി ബ്ലണ്ട്, ലോറിയൽ തന്നെയാണ്.
മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത് ഈ ബ്രാൻഡ്സ് മീൻസ് ഈ ബ്രാൻഡ്സ് വെച്ച് എനിക്ക് ഒന്നും സംഭവിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ ലോങ് റണ്ണിൽ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ബ്രാൻഡ്സ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബ് ഗുഡ്നസിന്റെ പ്രൊഡക്ട്സ് വെരി റയർലി പണ്ട് ഹെയർ പാക്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര റെയർ ആയിട്ടാണ് ബാക്കിയുള്ള പ്രോഡക്ട്സ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹെയർ ഓയിൽസ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ മാസ്ക് മാത്രം. പിന്നെ സീറംസ് ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അതൊന്നും യൂസ് ചെയ്തിരുന്നപ്പോഴത്തേക്കും എനിക്ക് യാതൊരു പ്രോബ്ലങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ഞാൻ ട്രീറ്റ്മെന്റ്സ് ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ മെയിൻ ആയിട്ട് ഷാംപൂ, കണ്ടീഷണറും ഹെയർ മാസ്കും മാത്രമാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ എന്റെ ജെന്യൂൻ ഫീഡ്ബാക്ക് ആയിരുന്നു. ആ പ്രോഡക്റ്റ് തന്നെ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കണ്ണി കണ്ട പ്രൊഡക്ട്സും വാരി തേച്ചത് കൊണ്ടല്ല എന്റെ മുടിയിൽ ഇങ്ങനത്തെ പ്രശ്നം പറ്റിയത്. ബട്ട് ഐ വെന്റ് ത്രൂ ദ കെമിക്കൽ ട്രീറ്റ്മെന്റ്. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഞാൻ തന്നെ എന്റെ ഹെയർ ഗ്രോത്തിന്റെ ഹെയർ ഹെൽത്തിന്റെ വീഡിയോസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെന്റും ഞാൻ സജസ്റ്റ് ചെയ്തില്ല. ബട്ട് ഞാൻ അത് എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊരു കാര്യമാണ് കേട്ടോ. ബിക്കോസ് അത്രയും ഫ്രിസി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് മാനേജ് ആവുമല്ലോ, ഒന്ന് ബെറ്റർ ആയിട്ട് കിടക്കുമല്ലോ എന്നുള്ള ഒറ്റ റീസണിന്റെ പേരിലാണ് ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തത്. അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തില്ല. ബിക്കോസ് അന്ന് ഞാൻ വേറെ സലോൺസിലെ ആൾക്കാരുമായിട്ടും ചോദിച്ചു. എനിക്ക് നമുക്ക് പല ആൾക്കാരെ പരിചയമില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പെർമനന്റ് സ്പാ ചെയ്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹെയർ ഫോൾ വരത്തില്ല, ഹെയറിന് ഒന്നുകൂടി നന്നാവുള്ളൂ, ഹെയർ നന്നായിട്ട് മാനേജബിൾ ആവും, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കിടക്കും എന്നാണ് പറഞ്ഞത്. പല ആൾക്കാർക്കും പല എഫക്റ്റ് ആണ്. നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയർ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്ന പോലെ തന്നെ പല ട്രീറ്റ്മെന്റും പല രീതിയിലാണല്ലോ നമുക്ക് എഫക്റ്റ് ആണത്. ബട്ട് ഇറ്റ് വാസ് റിയലി ബാഡ് ഓൺ മീ, ഓൺ മൈ ഹെയർ. ആൻഡ് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മെമ്മറീസ് വരില്ലേ നമ്മുടെ ഫോണിൽ, അത് നോക്കാൻ വേണ്ടി ഭയങ്കര വിഷമാണ്. ബിക്കോസ് എൻ്റെ ലോങ് ആൻഡ് ലഷ്യസ് ഹെയർ കിടക്കണ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഇപ്പോൾ മൈ ഹെയർ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോഴും റീസെന്റ് പോയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് മുടി വെട്ടി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ മുറിച്ച് കളഞ്ഞാൽ മാത്രമേ എന്റെ നാച്ചുറൽ ഹെയർ നോർമൽ ആയിട്ട് കിടക്കുന്ന സിറ്റുവേഷനിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ഓർത്ത് മുടി നീട്ടി വളർത്താം, എന്നിട്ട് പയ്യെ ട്രിം ചെയ്ത് കളയാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്താ പ്രശ്നം അറിയോ, എനിക്ക് ആ ഒരു ട്രീറ്റ് ചെയ്ത ഹെയർ കാണുമ്പോൾ ചൊറിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. അതാണ് സത്യം. എനിക്കത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും ഹാപ്പി അല്ലാത്തൊരു ഫീലിംഗ് ആണ്. ആൻഡ് എനിക്ക് എല്ലാ ദിവസവും എനിക്ക് സ്റ്റൈൽ ചെയ്യേണ്ടി വരികയാണ്. അതായത് ഇവിടം വരെ ഒരു അവസ്ഥ ആൻഡ് ഇവിടെ ഇങ്ങോട്ട് വാല് പോലെ നമ്മുടെ ട്രീറ്റഡ് ഹെയർ കിടക്കുന്നത് കൊണ്ട് രണ്ടും രണ്ട് ടെക്സ്ചർ. സോ എന്നും മീൻസ് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അതെനിക്ക് എപ്പോഴും ഹെയർ സ്റ്റൈൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് വെറുതെ നീളമല്ലല്ലോ കാര്യം, നമ്മൾ മുടീനെ ആദ്യം ഹെയർ ഹെൽത്ത് ബെറ്റർ ആക്കി കൊണ്ടുവന്നിട്ട് വളർത്തുന്നതാണ് നല്ലത്. ആക്ച്വലി ഞാൻ ഹെയർ ഗ്രോത്ത് ഹെയറിന്റെ ലെങ്ത് കൂട്ടാനാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നീളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിന്റെ ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തിന്നാണ്. ബട്ട് ബാക്കിയുള്ള അതായത് കുറെ പുതിയ ഹെയർ ഉണ്ട്, ഹെയർ ഗ്രോത്ത് ഉണ്ട്, കുഞ്ഞു നിറച്ച് മുടി ഉണ്ട്. അപ്പൊ ആ ഒരു അത് നന്നായിട്ട് നീണ്ടു വളർന്ന് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളർത്തിയിട്ട് കാര്യമുള്ളൂ. അതുവരെ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ. ബട്ട് ജെന്യൂൻലി ഐ എം വെരി സാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മുടി നോക്കാൻ വിഷമാണ്, എനിക്ക് കണ്ണാടി നോക്കി മുടി ചെയ്യാൻ വിഷമാണ്. എല്ലാവർക്കും മുടീന്റെ കാര്യം മുടി കാണുമ്പോഴത്തേക്കും കിരണിന്റെ അമ്മ പറയും എന്ത് നല്ല മുടിയായിരുന്നു ഐശ്വര്യ ഇങ്ങനെ പറയും. പക്ഷെ ഞാൻ പറയുന്ന മുടിനെ പറ്റി ആരും ഒന്നും പറയുന്നത് ബിക്കോസ് അതിനേക്കാളും വിഷമാണ് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു കമന്റ് ചെയ്യലേക്ക് സങ്കടമാവും ഇങ്ങനെ ഞാൻ പറയാം. അപ്പൊ അമ്മ എന്നിട്ട് പറയും ഞാൻ ഒന്നും മിണ്ടാത്തത് നീ ഒന്ന് ഓക്കെ ആവട്ടെ. ബിക്കോസ് ഞാൻ ഭയങ്കര ഒരു വളരെ ബാഡ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ബിക്കോസ് ഇത്രയും തിക്ക ഹെയർ ഉണ്ടായിട്ട് ഇത്രയും ഒരൊറ്റ വർഷത്തിനുള്ളിൽ മുടിപട അങ്ങനെ ഈ മറ്റേ ഓട്ടം സീസൺ വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. എല്ലാം അങ്ങോട്ട് പൊഴിഞ്ഞു പോണ ഒരു അവസ്ഥ പോലെ ആയിപ്പോയി. സോ ഐ ഹോപ്പ് ഇത് എന്തായാലും ഓക്കെ ആവും. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഈ മുടി സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട്, പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, ഹെയർ പാക്സ് ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ടൊരു നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എൻ്റെ മുടിയിൽ കൊണ്ടുവരട്ടെ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എന്തായാലും എൻ്റെ പല എന്താ ഹെയർ പാക്സുകളും വർക്ക് ആയ പ്രൊഡക്ട്സും ഷെയർ ചെയ്തതുപോലെ തന്നെ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും അത് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണം, പ്ലീസ് never do any sort of like hair treatments. എന്നാൽ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും മുടി ഇങ്ങനെ പോകുന്നില്ല കേട്ടോ. ബിക്കോസ് ഞാൻ പല ആൾക്കാരുടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അത് അങ്ങനെ എഫക്റ്റ് ആവുന്നുമില്ല.
എന്റെ കഷ്ടകാലം അല്ലാണ്ട് എന്ത് പറയാനാണ്. എനിക്കല്ലെങ്കിൽ എനിക്ക് മുടിയുടെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമാണ്. എന്റെ മുടി എപ്പോഴും ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. ഞാനൊരു എന്താ പറയാ, എനിക്ക് നല്ല തിക്ക് ഹെയർ ഉണ്ടായിരുന്നേ. എന്നിട്ട് ആ സമയത്ത് എനിക്ക് 12th വെച്ചിട്ട് എനിക്ക് നമ്മൾക്ക് 5ാം പനി വന്നതാ, ജർമ്മൻ മീസിൽസ് വന്നിട്ട് മുടി മുഴുവനും പോയതാണ്. ഇതിനേക്കാളും വേഴ്സ് സിറ്റുവേഷനിലേക്ക് മാറിയിട്ട് പിന്നെ നമ്മൾ മുടി വെട്ടിക്കളഞ്ഞു. അന്നും എനിക്ക് ഹിപ്പ് വരെ മുടി ഉണ്ടായിട്ട് ഞാൻ ഇത്രയും വെച്ച് മുടി വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ വളർന്ന് ചേർന്ന മുടിയായിരുന്നു. അതിനെ ഷോർട്ടായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഞാൻ ലോങ് ഹെയർ ആക്കിയില്ല. പിന്നെ കുറച്ചൊരു 5-8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അലോപേഷ്യ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ട് വീണ്ടും എന്റെ മുടി 50% 45% മുടി അങ്ങനെ കുറെ പോയി. പിന്നെ അതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ് പോസ്റ്റ് പ്രഗ്നൻസി നല്ല ലക്ഷസ് ഹെയർ ആയി ഏതൊക്കെ പറഞ്ഞിട്ട് തൊളിച്ചൊക്കെ നടക്കുന്ന സമയത്താണ് ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പിന്നെ ഈ ഫുഡ് പോയിസണിങ് കൂടി വന്നു കഴിഞ്ഞിട്ട് രണ്ടും കൂടി കുനുമ്മക്കുരു എന്നുള്ള സിറ്റുവേഷനിലേക്ക് കൂടി വന്നിട്ട് ഇങ്ങനത്തെ എന്റെ മുടി ഇങ്ങനെ ആയത്. സോ എന്റെ മുടി ഇങ്ങനെ വർഷങ്ങളിൽ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഈസ് ഗോയിങ് ത്രൂ വെരി വെരി ബാഡ് ഫേസ്. പിന്നെ നമ്മളത് റിക്കവറായി വരുന്നുണ്ട്. സോ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അതെന്തായാലും റിക്കവറായി വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി അത് നമ്മൾ വെട്ടിക്കുളമായതും പിന്നെ അത് കറക്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോഴും എനിക്ക് എപ്പോഴും മുടി കാണുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെയർ 2 തവണ നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ചകിരി കളറായി പോയി. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് ഹെയർ മൊത്തം അങ്ങോട്ട് എന്താ പറയാ ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ ബ്ലാക്ക് കളർ ചെയ്തു. സത്യം പറയാലോ, ബ്ലാക്ക് കളർ ചെയ്ത് കഴിഞ്ഞപ്പോ ഐ ഫെൽറ്റ് സോ റിലീവ്ഡ്. അതായത് എപ്പോഴൊക്കെ ഞാനൊരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ രാത്രി ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ചകിരി മുടി കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ മുടി അങ്ങോട്ട് ചെറുതാക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ആ കളർ മാറ്റി ആ ബ്ലാക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് മൈ ഹെയർ ഈസ് കമ്മിങ് ടു ലൈക്ക് ആ ഒരു പഴയ കച്ചറ സിറ്റുവേഷനിൽ നിന്ന് ബെറ്റർ ആയി വരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആ ബ്ലാക്ക് ഹെയറിന് എനിക്ക് തരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് കളർഡ് ഹെയറിന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സോ എനിക്കിങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ കുറച്ചധികം നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അധികം ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോ ഗ്രേ ഹെയർ ഉണ്ട് എനിക്ക്, അതിന്റെ ഒരു ഗ്രേ ടച്ചപ്പ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സോ അത് മാത്രം ഇങ്ങനെ ചെയ്തിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വേറെ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല. അതായത് വേറെ ഹെയർ കളേഴ്സ് ട്രൈ ചെയ്യുകയോ വേറെ ട്രീറ്റ്മെന്റ്സ് ചെയ്യുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ഗ്രോ മൈ നാച്ചുറൽ ഹെയർ. എനിക്ക് നാച്ചുറൽ ഹെയർ ആയിട്ട് വളരണം, നല്ല തിക്കായിട്ട് പണ്ടത്തെ പോലെ അത്രയാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അതുപോലെയാണ് നമ്മളുടെ ഗോൾ. അപ്പൊ അതുപോലെ തന്നെ ആക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ല പ്രതീക്ഷ. സോ ഇതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ്. ആൻഡ് ഇഫ് യു ഹാവ് വെരി ഗുഡ് ഹെയർ കെയർ പ്രൊഡക്ട്സിന്റെ സജഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടി തരാം. ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ കുറച്ച് ഹെയർ മാസ്ക് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് മീ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യാം. അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ. ബിക്കോസ് ഞാൻ നിങ്ങൾ എന്തൊക്കെ ടിപ്സ് ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നു. അപ്പൊ ഞാൻ വളരെ ബാഡ് സിറ്റുവേഷനിൽ കൂടി പോകുമ്പോൾ നിങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യില്ല. അതല്ലേ നമ്മുടെ ആഷ് ഫാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഐ എം ഗോയിങ് ത്രൂ. ആൻഡ് പ്ലസ് ഈ ഒരു കൂടെ ഐ എം ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് സ്ട്രെസ്സിന്റെ കാര്യങ്ങളും അതൊന്നും എനിക്ക് അത് കുറച്ച് പേഴ്സണൽ ആയതുകൊണ്ട് ഐ കാൻ ഷെയർ ഇറ്റ്. ബട്ട് ഐ എം ടേക്കിംഗ് തെറപ്പി. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മൊത്തം ഒരു ഫക്ടപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ സ്ട്രെസ്സിന്റെ പേരിലും എനിക്ക് ഹെയർ ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അപ്പൊ ഞാനിങ്ങനെ എല്ലാ കമന്റ്സിലും വന്നിട്ട് അതല്ല റീസൺ ഞാനത് ചെയ്തിട്ടില്ല എന്നെനിക്ക് പറയാന് പകരം ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയോട്ട് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവരൊക്കെ പോയതുകൊണ്ടുള്ള ഒരു ഓഫ് മൂഡ് കാരണം എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും കിട്ടിയില്ല. വീട്ടിലിരുന്ന് ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് മൂഡ് കിട്ടിയില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ്. ഐ ഹോപ്പ് നമ്മളുടെ മുടി എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ബെറ്റർ സിറ്റുവേഷനിലേക്ക് മാറുമെന്ന് എനിക്ക് നന്നായിട്ട് ഒരു ഉറപ്പുണ്ട്. ബിക്കോസ് ഐ എം ടേക്കിംഗ് കെയർ ഓഫ് മൈ ഹെയർ ലൈക്ക് എനിത്തിങ്. അപ്പൊ നമ്മൾ സെറ്റ് ആകും അല്ലെ, നമ്മൾ സെറ്റ് ആകും, ഉറപ്പായിട്ടും നമ്മൾ സെറ്റ് ആകും. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നിട്ടോ. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, നമ്മുടെ സ്റ്റുഡിയോ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചെറിയ മേക്ക് ഓവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമ്മളെ പിങ്ക് വാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി യു ആർ ലുക്കിംഗ് വെരി ഡാർക്ക്, വെരി ഡൾ, വീഡിയോ കാണാൻ തോന്നുന്നില്ല. ആൻഡ് ഐ എം ലിസണിങ് ടു യു ഗൈസ്. ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കമന്റ്സ് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ബട്ട് എനിക്കൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് എനിക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. ബിക്കോസ് നമുക്കറിയാം പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജാനുവരിയിലാണ് ചെയ്തത്. ഫെബ്രുവരിയിൽ
ജാനുവരി ചെയ്തോണ്ടെങ്കിൽ ഫെബ്രുവരി ഇത് കറക്റ്റ് ചെയ്യാൻ തോന്നിയില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് കുറച്ച് കോണ്ടന്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എക്സാംസ് തീരുന്നതിന് പിങ്ക് ചേച്ചിയൊക്കെ വന്നു. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് സെറ്റിൽ ആയിട്ടൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ റൈറ്റ് നൗ വി ആർ റെനോവേറ്റിംഗ് അല്ല, നമ്മളൊന്ന് റീവാമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ സ്റ്റുഡിയോ. ഇതല്ല, അപ്പുറത്ത് നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെന്ന് ഞാൻ കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മളത് ഫുള്ള് മഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇത് എപ്പോൾ തീരും എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചെറിയ ഒരു വോളല്ലേ ഉള്ളൂ, നമുക്ക് രണ്ടും കൂടി ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇതിന്റെ ഈസി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതൊരു വലിയ ടാസ്ക് ആണെന്നുള്ളതാണ് സത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന്റെ പണിപ്പൂരയിലാണ്. അപ്പൊ അത് സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് വെറുതെ ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി അപ്ഡേറ്റ്സ് പറഞ്ഞു പറഞ്ഞെന്ന് ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ വ്ളോഗായിട്ട് കോണ്ടന്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു എവരിബഡി. ആൻഡ് ഓൾസോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ഇഫ് യു ലൈക്ക് മൈ ചാനൽ. ഷോർട്ട് കണ്ടന്റ്സ് എന്നും ഇടാറുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം മറന്നുകൊണ്ട്. അപ്പൊ നമുക്ക് വേറെ വീഡിയോ എടുക്കണം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.